ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട്. മൺചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 200 ഗ്രാം വെണ്ടയ്ക്ക എടുത്തിട്ട് അതൊരു 3-4 കഷ്ണങ്ങളായിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്തത് നമുക്ക് ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്ക ഇതേപോലെ 3-4 കഷ്ണങ്ങളായിട്ട് അതായത് നീളത്തിൽ അരിഞ്ഞെടുത്തത് ഇതിലേക്ക് ഇട്ടിട്ട് ഏകദേശം ഒരു 1/4 വേവ് ആവുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇങ്ങനെ വഴറ്റിയെടുത്തിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഈ കറിക്ക് ഈ വെണ്ടയ്ക്ക പലർക്കും ഇഷ്ടമല്ല കഴിക്കാൻ. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു വഴുവഴുപ്പില്ലേ, അതുകൊണ്ടാണ് അത് പശ പോലെ ഒരു കറിക്കകത്തെല്ലാം അങ്ങനെ ഒരു ഇതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പലർക്കും ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഇത് പോക്കാൻ വേണ്ടി നല്ലൊരു ഐഡിയ എന്ന് പറഞ്ഞാൽ ഇതാദ്യം നമ്മൾ കുറച്ച് എണ്ണയിൽ ഇങ്ങനെ വഴറ്റിയെടുത്തിട്ട് കറി വെക്കുക. ഇതിപ്പോൾ ഞാനൊരു 1/4 വേവാവുന്നിടം വരെ വഴറ്റുന്നുണ്ട് കേട്ടോ. ഇതല്ല വേറെ എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. കണ്ടോ, ആ ഒരു നൂല് പോലെ കാണുന്നത് മാറി മാറി വരുന്നത് കണ്ടോ, കുറഞ്ഞു വരുന്നുണ്ട്. ഇത് ഏകദേശം 1/4 വേവായിട്ടുണ്ട്, മതി. ഇനി നമുക്കിതിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ. ഇങ്ങനെ തന്നെ അങ്ങ് കറി വെക്കരുത്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണയൊന്ന് ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് സവാള, പച്ചമുളക്, കറിവേപ്പില 3 ഒരുമിച്ച് ഇട്ട് കൊടുക്കാം. കറിവേപ്പില, എരിവിനാവശ്യമായിട്ടൊരു 4 പച്ചമുളക്, അത് ഞാനൊന്ന് കീറിയിട്ടതാണ് കേട്ടോ. കൂടെ തന്നെ മീഡിയം സൈസിലുള്ള ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്. ലേശം ഉപ്പ് ചേർക്കാം സവാള ഒന്ന് വഴറ്റാൻ വേണ്ടി. ഇപ്പോൾ സവാള നല്ലതുപോലെ വഴണ്ടു. ഇനി ഇതിലേക്ക് ചെറിയൊരു തക്കാളിയും കൂടെ ചതുരത്തിൽ അരിഞ്ഞതോടെ ചേർത്ത് കൊടുക്കാം. ചെറിയൊരു തക്കാളി മതി കേട്ടോ. തക്കാളി അങ്ങ് ഒരുപാട് അങ്ങ് വഴലണ്ട, ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. ഇനി നമുക്കിതിലേക്ക് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പ്, ആവശ്യത്തിന് വെള്ളമോടെ ചേർത്ത് കൊടുക്കാമേ. അടച്ചു വെക്കുക, ഒരു 5 മിനിറ്റ് വേവിക്കുക. അപ്പോൾ ഞാനിത് അടച്ചു വെച്ചിട്ട് 5-6 മിനിറ്റായി. ഇനി നമുക്കിത് തുറന്നിട്ട് ഇതിലേക്ക് നമുക്ക് തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഏകദേശം ഒരു കൈപ്പിടിയോളം തേങ്ങ, ഒരു കൈപ്പിടിയില്ല, ഒരു കൈപ്പിടിയോളം തേങ്ങ എടുത്തിട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം അഥവാ നല്ല ജീരകവും പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ല പട്ട് പോലെ, അതായത് സോഫ്റ്റായിട്ട് അരച്ചെടുത്തതാണ്. കുറച്ച് വെള്ളം ചേർത്ത് പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് അങ്ങനെ അരച്ചെടുത്താണ് കേട്ടോ. ഞാൻ അരപ്പ് ചേർത്ത് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ അരപ്പ് കഴുകി ലേശം വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് ചൂടാക്കിയിട്ട് അങ്ങ് ഓഫ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാനിപ്പോൾ ഒരു ലേശം ഉപ്പ് നീരൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ, ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് ചൂടാവണം, പിരിയരുത്. തേങ്ങ ആയതുകൊണ്ട് ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ പിരിഞ്ഞു പോകും. അപ്പോൾ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫാക്കാം. ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ച് ചേർക്കാം. അപ്പോൾ ഒരു പാൻ വെച്ച് ചൂടാവുമ്പോൾ ഇതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുക്, ഒരു തണ്ട് കറിവേപ്പില, ഒരു വറ്റൽമുളക് ഒന്ന് മുറിച്ചിട്ടത്, ഒരു 3 കൊച്ചുള്ളി ഇതേപോലെ ചെറുതായിട്ട് വട്ടത്തിലരിഞ്ഞത്. ഇനി നമുക്ക് തീ ഓഫാക്കാമേ. ഇപ്പോൾ കൊച്ചുള്ളി ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയുടെ ചേർക്കാം. മുളക് പൊടിയൊന്നും ഈ കറിക്ക് ആവശ്യമില്ലാത്തതാണ്, പക്ഷേ നമ്മൾ ഈ കളർ കിട്ടാൻ വേണ്ടി, അതായത് കറിക്കൊരു ലുക്ക് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ലാസ്റ്റിലൊരു ഇത്തിരി മുളക് പൊടി ഒന്ന് ഗാർണിഷ് പോലെ കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം.
നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂട് ചോറിൻ്റെ കൂടെ അടിപൊളി ഒരു കോമ്പിനേഷനാണ്. വെണ്ടയ്ക്ക ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. വെണ്ടയ്ക്ക ഇഷ്ടമില്ലാത്തവർക്കും ഇഷ്ടപ്പെടുന്നൊരു കറിയാണ് കേട്ടോ. പിന്നെ ഇതിനകത്ത് നമ്മൾ ആദ്യം അങ്ങനെ വറുത്തെടുത്ത് ചെയ്തതുകൊണ്ട് ഇതിനങ്ങനെ ആ ഒരു എന്താ പറയുക പശവശപ്പില്ലേ അതൊന്നുമില്ല. അതുപോലെ തന്നെ നിങ്ങൾ കണ്ടോ ഈ വെണ്ടയ്ക്കൊക്കെ നല്ല പച്ച നിറത്തിൽ തന്നെ കിടക്കും. അല്ലെങ്കിൽ ഉണ്ടല്ലോ പച്ചയൊക്കെ നഷ്ടപ്പെട്ട് ഒരു ലൈറ്റ് യെല്ലോ കളറായിട്ട് മാറും. നമ്മളല്ലാതെ വയറ്റാതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ കറിക്ക് മൊത്തം ഒരുമാതിരി ഒരു ടേസ്റ്റും കാണത്തില്ല. അപ്പോൾ അതിലും എത്രയോ നല്ല ടേസ്റ്റാണെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ തേങ്ങ അരയ്ക്കുമ്പോഴേ ഞാനിവിടെ ജീരകവും പിന്നെന്താ ജീരകവും അതുപോലെ തേങ്ങയും മഞ്ഞപ്പൊടിയും മാത്രമേ അരച്ചിട്ടുള്ളൂ. ഇതിനകത്ത് വേണമെങ്കിൽ ഒരു വെളുത്തുള്ളി അരയ്ക്കാം. പക്ഷേ അത് ഇതിൻ്റെ അകത്ത് മോര് ചേർക്കുന്ന കറിയാണെങ്കിൽ ചിലർ ഇതിൻ്റെ അകത്ത് തൈരും മോരും ഒക്കെ ചേർത്ത് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഞാൻ വീഡിയോ ഇടാം. അതിൻ്റെ അകത്ത് വേണമെങ്കിൽ ഒരു ചെറിയൊരു കഷ്ണം വെളുത്തുള്ളി അരയ്ക്കുക. അല്ലാതെ വെളുത്തുള്ളി അരച്ച് കഴിഞ്ഞാൽ ഈ കറിയുടെ ടേസ്റ്റ് പോകും കേട്ടോ. അതുകൊണ്ട് ഞാൻ വെളുത്തുള്ളി ചേർക്കാത്തത്. പിന്നെ ഓരോ നാട്ടിലും ഓരോ രീതിയാണ്. അപ്പം ഞങ്ങളിങ്ങനെയാണ് സിമ്പിളായിട്ട് തേങ്ങ അരച്ച് വെണ്ടയ്ക്ക കറി ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.